നല്ല എന്റർടൈനറാണ്. ഒരു ഇതുവരെ കാണാത്തൊരു ജോണറാണ്. എക്സ്പെരിമെന്റൽ മൂവിയാണ്. പക്ഷേ എക്സ്പെരിമെന്റ് വർക്കൗട്ട് ആയെങ്കിൽ ഹൊറർ കോമഡി. ഹൊറർ കൊണ്ട് ഭയങ്കര പേടിപ്പിക്കാവുന്നില്ല, ആവശ്യത്തിനേ ഉള്ളൂ. ഫസ്റ്റ് ഹാഫിൽ ഫുൾ ഹ്യൂമറാണ്. സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴേക്കും സെന്റിമെന്റ്സ് എല്ലാം ഉണ്ട്. ഇല്ല, ഐസൊലേഷൻ ചെയ്തിട്ടുണ്ട്. ഐസൊലേഷൻ സർഫുദ്ദീന് പുതിയൊരു പേരായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ജഗദീശ് അനജിലുണ്ട്, ബിന്ദു പണിക്കർ. എല്ലാം കൊണ്ട് നല്ല സ്ക്രിപ്റ്റാണ്, നല്ല ഡയറക്ഷനാണ്. ഹൊറർ കോമഡി മോഡൽ പടം കേട്ടോ. നമ്മുടെ സ്ത്രീ അരമന കണ്ട പോലെ അതിന്റെ ആ ഒരു ജോണറിലെ പടമുള്ള ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല, നല്ല പടം. അങ്ങനെയുള്ളവർക്കും ഇഷ്ടപ്പെടും. ഒരു കോമഡി ഹൊറർ മൂവിയില് നമ്മൾ ഹിന്ദി പടങ്ങളിലൊക്കെ ഭൂലഫലിയൊക്കെ കണ്ട പോലെ അങ്ങനെ ഒരു സ്ക്രീനിലുള്ള പടമുള്ളവർക്ക് ഫീൽ ചെയ്യും കേട്ടോ. അല്ല അതൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. കോമഡി ഒക്കെ നല്ലതായിട്ട് വർക്കായിട്ടുണ്ട്. നല്ല ഫ്രെയിമിങ്, നല്ല ഫ്രെയിമൊക്കെ നല്ല ഉഗ്രനായിട്ടുണ്ട്, കുഴപ്പമില്ല. ജെയ്ക്സ് ഷറഫ് നല്ലതായിട്ടുണ്ട്. ജെയ്ക്സിന്റെ മ്യൂസിക് ഒക്കെ കിടലായിട്ടുണ്ട്. ഷർഫിക്കയും അതേപോലെ ഐശ്വര്യയുടെ ഒക്കെ കോംബോ ഭയങ്കര രസമുണ്ട്. കെമിസ്ട്രി കോമഡി ഒക്കെ ഭയങ്കരമായിട്ട് വർക്കൗട്ട്. നല്ല പടം, നല്ല തിയേറ്ററിന് വന്ന് കാണാം. ഒരു ഹൊറർ കോമഡി ഡ്രാമ ടൈപ്പ് ജോണറിൽ വരുന്ന പടമാണ്. അതില് ഐശ്വര്യലക്ഷ്മി കുറെ നാൾക്ക് ശേഷമാണ് തിരിച്ചു വരുന്നത്. ഷറഫുദ്ദീൻ ഹെസന്റെ ക്യാരക്ടർ ജഗദീഷ് ഉണ്ട്. ബിന്ദു പണിക്കറിന്റെ ഒരു വെറൈറ്റി റോളുണ്ട്. അപ്പം പിന്നെ ഇതിലൊരു ഹൊററിന്റെ ടച്ച് വരുന്ന ഏരിയസ് എല്ലാം അവർ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സൗണ്ട് എഫക്റ്റും കളർ ഗ്രേഡിങ്ങും ബിജിഎംസ് ഒക്കെയാണ് വരുന്നത്. കോമഡിയിൽ മാത്രമാണ് എനിക്ക് ഇതായിട്ട് തോന്നിയില്ല. വർക്ക് നല്ല രീതിയിൽ വർക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു ആകാശക മോഡലിൽ കോമഡിയോട് സ്റ്റാർട്ട് ചെയ്ത് അവസാനം ഇന്റർവ്യൂ കഴിയുമ്പോൾ പടത്തിന്റെ സ്റ്റൈല് മാറി. ഇത് ഡയറക്ടർ സമ്മതിക്കാർക്ക് തോർത്തില്ല, നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. കാസ്റ്റിംഗും മേക്കിങ്ങും ബാക്ക്ഗ്രൗണ്ടും എല്ലാം നന്നായിട്ടുണ്ട്. പിന്നെ ഒരു അരമനയും ആകാശഗംഗ എല്ലാം നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യും. അവസാനം അരമണിക്കൂർ നമ്മളെ ത്രില്ലെടുപ്പിച്ചെടുത്തു.